CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുള്ളത് വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ വിമർശനം. പെരുമ്പിലാവിൽ ഓട്ടോ വിളിച്ചതിന്റെ വാടക ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. ഡ്രൈവർ ഷാജഹാനാണ് മർദ്ദനത്തിനിരയായത്. പാവറട്ടി മനപ്പടിയിൽ വീട്ടിൽ മോഷണശ്രമം. മേലിട്ട് ജോസിന്റെ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണശ്രമം നടക്കുന്നത്. ലക്കിടിയിൽ അംഗനവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിച്ചു. ചാവക്കാട് തിരുവത്രയിൽ സ്റ്റുഡിയോയിൽ മോഷണം. കാലടി പ്ലാന്റേഷനിലെ 17ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. അംഗനവാടിക്ക് സമീപത്താണ് ആനക്കൂട്ടം എത്തിയത്. ശക്തമായ മഴയിൽ ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വടക്കാഞ്ചേരിയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണ് യുവതി താഴ്ചയിലേക്ക് പതിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. LDF തന്നെ 3ാം വട്ടവും അധികാരത്തിൽ വരട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയുമായി വലിയ ചങ്ങാത്തത്തിലാണ് UDF എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പാണ് കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ. SDPA അടക്കം പൊതുരൂപങ്ങളെ ചേർത്തുകൊണ്ടാണ് ആ പഴയ സഖ്യം വിപുലീകരിച്ചിരിക്കുന്നത്. എല്ലാ അടവും പയറ്റിയാലും കോൺഗ്രസിന്റെ ആ നീക്കത്തെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഭാവി തീരുമാനിക്കുവാൻ കെൽപ്പുള്ള പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100ാം വർഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ ശബ്ദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരും കാലം വേറുറ്റ ലക്ഷ്യബോധമുള്ള പോരാട്ടങ്ങളുടെ കാലമാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാ തുറകളിലും കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നേറുന്ന ലക്ഷക്കണക്കായ സമരസഖാക്കളുടെ പടനിരയാണ് CPI. ഇരിങ്ങാലക്കുടയിൽ CPIയുടെ ജില്ലാ സമ്മേളനം തുടരുകയാണ്. KV വസന്തകുമാർ ചെയർമാനും KS ജയ, ET ടൈസൺ മാസ്റ്റർ, NK ഉദയപ്രകാശ്, ബിനോയ് ഷബീർ എന്നിവർ അംഗങ്ങളുമായ പ്രസീഡിയവും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. TK സുധീഷ് കൺവീനറായ പ്രമേയ കമ്മിറ്റിയെയും പ്രദീപ് കുമാർ കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയെയും രാകേഷ് കണയാമ്പറമ്പിൽ കൺവീനറായ മിനിറ്റ്സ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഗവർണർ രാജേന്ദ്ര അർലേക്കറെ ഉടൻ തിരിച്ചു വിളിക്കണമെന്നും ഗവർണർ പദവി എടുത്തുകളയണമെന്നും CPI ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംഘപരിവാറിന്റെ താൽപര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള രാഷ്ട്രീയ ആയുധമാണ് ഗവർണർ പദവി. വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയക്കാരെയാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിന് പറ്റാത്തവരെയുമാണ് കേന്ദ്രം BJP സർക്കാർ ഗവർണർമാരായി അയക്കുന്നത്. ഇത്തരം ആളുകൾ രാജ്ഭവനുകളെ സംഘപരിവാർ ആസ്ഥാനങ്ങളാക്കി മാറ്റുന്നു. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ രാജേന്ദ്ര അർലേക്കറും നടപ്പാക്കുന്ന സംഘപരിവാർ അജണ്ടകൾ ഫെഡറൽ സംവിധാനത്തിന്റെയും ജനാധിപത്യ മര്യാദകളുടെയും എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. പാലിയേക്കര ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. പെരുമ്പിലാവിൽ ഓട്ടോ വിളിച്ചതിന്റെ വാടക ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തമിഴ്നാട് സ്വദേശി ചിന്നരാജ് പെരുമ്പിലാവ് KR ബാറിന് സമീപത്തു നിന്ന് ഓട്ടോ വിളിച്ചു വീട്ടിൽ പോയതിനു ശേഷം കൂലി ചോദിച്ച ഡ്രൈവർ ഷാജഹാനെ മർദ്ദിക്കുകയായിരുന്നു. ഷാജഹാനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടുകാർ വീഡിയോയിൽ പകർത്തി. ഷാജഹാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാവറട്ടി മനപ്പടി ഇറച്ചിപ്പുരയ്ക്ക് സമീപം മേലിട്ട് ജോസിന്റെ വീട്ടിൽ വീണ്ടും മോഷണശ്രമം. വെള്ളിയാഴ്ച പുലർച്ചെ മോഷ്ടാവ് എന്ന് കരുതുന്ന വ്യക്തി വീടിന്റെ പുറകുവശത്തേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും വീട്ടുടമയുടെ ഫോണിൽ അലാറം മുഴങ്ങുകയും ചെയ്തതോടെ മോഷ്ടാവ് മുഖം മറച്ച് തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടുകാർ അകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ തെളിയിക്കുകയും ചുറ്റുപാടും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജോസിന്റെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു. വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകി. പാവറട്ടിയിലും പരിസരങ്ങളിലും മോഷണശ്രമം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിച്ചു. പഴയ ലക്കിടി 14ാം നമ്പർ അംഗൻവാടിയിലാണ് സംഭവം. അംഗനവാടി അധ്യാപിക കൃഷ്ണകുമാരിയുടെ കഴുത്തിലണിഞ്ഞിരുന്ന 3.5 പവന്റെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത്. കുട്ടിയെ ചേർക്കാനുള്ള വിവരം അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ അംഗൻവാടിയിലെത്തിയത്. ടീച്ചറും കുട്ടികളും ഉറക്കെ നിലവിളിച്ചതോടെ അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു.
ചാവക്കാട് തിരുവത്ര അത്താണിയിൽ സ്റ്റുഡിയോയിൽ മോഷണം. വിലപിടിപ്പുള്ള SLR ക്യാമറ മോഷണം പോയി. തിരുവത്ര താമരശ്ശേരി സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആൻഡ് കോമൺ സർവീസ് സെന്ററിലാണ് മോഷണം നടന്നത്. 1 ലക്ഷം രൂപ വിലയുള്ള ക്യാമറ നഷ്ടം പറ്റിയതായി സതീഷ് പറഞ്ഞു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കാലടി പ്ലാന്റേഷനിലെ 17-ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. അങ്കനവാടിക്ക് സമീപത്താണ് ആനക്കൂട്ടം എത്തിയത്. പ്ലാന്റേഷൻ തൊഴിലാളികൾ ബഹളം വച്ചതോടെ ആനകൾ പിൻവാങ്ങി. പുഴ കടന്ന് അതിരപ്പള്ളി റോഡിലെ വെറ്റിലപ്പാറയിൽ എത്തിയതായിരുന്നു ആനകൾ. തിരിച്ച് കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് എണ്ണപ്പന മറിച്ചിട്ട് ഫെൻസിംഗ് തകർത്തത്. 6 മാസം മുൻപ് അങ്കൻവാടി കെട്ടിടത്തിലേക്ക് ആനകൾ എണ്ണപ്പന മറിച്ചിട്ടിരുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സജിയുടെ ഭാര്യ വിനിതയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. KK രാമചന്ദ്രൻ MLA, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരിയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണ് യുവതി ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചു. യുവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ഷാനവാസിന്റെ ഭാര്യ ഷീനയാണ് വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചത്. കറിവേപ്പില എടുക്കുവാൻ പോയ നേരത്താണ് കരിങ്കൽ ഉൾപ്പെടെയുള്ള ഭാഗം തകർന്ന് കല്ലും മണ്ണും ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചത്. തുടർന്ന് കോണിയിലൂടെ അപകടത്തിൽപ്പെട്ട ഷീനയെ മുകളിലെത്തിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. നായാട്ടുകുണ്ട് പൂവക്കാട്ടിൽ അസീസിന്റെ വീടിന് പുറകിലുള്ള കോഴിക്കൂടിന് സമീപമാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പുലിയെ കണ്ടത്. പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോഴാണ് കോഴിക്കൂടിനരികെ പുലി നിൽക്കുന്നതായി വീട്ടുകാർ കണ്ടത്. സമീപത്തുള്ള ചേറങ്ങാടൻ പോളി തോമസിന്റെ വീടിന് സമീപവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിന്ന് നായ്ക്കളെ കാണാതായതും പറയുന്നുണ്ട്. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വാർഡംഗം ചിത്ര സുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് എന്നിവരും വിവരമറിഞ്ഞ് നായാട്ടുകുണ്ടിലെത്തി. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പൂച്ചിന്നിപ്പാടം സ്വദേശിയായ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലിശ്ശേരി സ്വദേശി കുപ്ലിക്കാട്ട് വീട്ടിൽ ആഷിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. വരാപ്പുഴ വീട്ടിൽ വിഷ്ണുവിനെ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മതിലകം പഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട 5 നാടോടി കുടുംബങ്ങൾക്കായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂരേഖ കൈമാറ്റം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടെക്നിക്കൽ അസിസ്റ്റന്റ് മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ആദരിക്കുന്നു. ഇതിനു മുമ്പ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷനുള്ള പദ്ധതി നടപ്പാക്കിയ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ചൈനയാണ്. പിന്നെ അത് കഴിഞ്ഞ് ലോകത്ത് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അത് ഭൂരിപക്ഷം ആളുകൾക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ ഗുണം കിട്ടുന്നത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്.
ചേലക്കരയിൽ കയറുന്നതിനു മുൻപ് ബസ് എടുത്തതിനെ തുടർന്ന് വാതിലിൽ കൈ കുടുങ്ങി യാത്രക്കാരന് പരിക്കേറ്റതായി പരാതി. എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ശ്രീപത്മം ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി. പങ്ങാരപ്പള്ളി ചാത്തൻകോട്ടിൽ വീട്ടിൽ യാസിന്റെ കൈവിരലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്ന് യാസീൻ ആരോപിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TK അനൂപ്, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ TK ജയന്തി, കൊടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, EK സദാശിവൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച രീതിയിലാണ് കേരളം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പേ 7 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ഗ്രൗണ്ട്, ഓപ്പൺ ജിം, ഫിസിയോതെറാപ്പി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹസഫൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസീം, നജ്മൽ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചടങ്ങ് നടക്കുന്നത് എന്നതേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. ചന്തപ്പുര ജംഗ്ഷനിൽ പൂർണിമ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്സ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ചിമ്മിനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. സമീപത്തെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KS അജിത്, GR ധനേഷ്, സനൽ റോയ്, നിഖിൽ രാജ്, വിഷ്ണുദാസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലുങ്കിന്റെ ഭിത്തി തകർന്നു. പെൻഷൻമുല ഭാഗത്തുനിന്ന് മുക്കാട്ടുകര വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. TR വാസുദേവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ളതാണ് ലോറി. 2 മണിക്കൂറോളം റോഡിൽ കുരുങ്ങിയ ലോറി പുലർച്ചെ 6 മണിയോടെയാണ് മണ്ണുത്തിയിൽ എത്തിയത്. പെൻഷൻമുല ഭാഗത്തും മണ്ണുത്തി ഭാഗത്തും ബോർഡുകൾ സ്ഥാപിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപിന്നി സ്വദേശിയായ ഡോക്ടർ MR രവിയായിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും. ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായും അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗം. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് ഞാൻ കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെ കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ
ഡോക്ടറെ നേരിൽ കാണണമെന്ന ലാലിന് ആഗ്രഹം. ജൂൺ 23-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് നന്ദകൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് പി പരമേശ്വരൻ നമ്പൂതിരി ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് 78ന്റെ നിറവിൽ. സുദീർഘമായ നിയമവഴികളിൽ ഒട്ടേറെ നാഴികക്കല്ലുകൾ പിന്നിട്ട് കഴിഞ്ഞു ഈ ചാലിശ്ശേരിക്കാരൻ. ചാലിശ്ശേരി തണ്ണീർക്കോട് LP സ്കൂളിലും തൃശൂർ CMSലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. തൃശൂർ സെന്റ് തോമസ്, കേളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. 1970-ൽ 23-ാം വയസ്സിൽ ഹൈക്കോടതിയിൽ നിയമജീവിതത്തിന് തുടക്കമിട്ടു. 1973-ൽ ഗുജറാത്ത് ഗവർണർ KK വിശ്വനാഥിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി 6 വർഷത്തോളം അഹമ്മദാബാദിലായിരുന്നു. രാജീവ് ഗാന്ധി, നരസിംഹറാവു, വാജ്പേയി, മൻമോഹൻ സിംഗ് തുടങ്ങി 4 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ നിയമമുഖമായി പരമേശ്വരൻ നിലകൊണ്ടു. 3 പതിറ്റാണ്ടിലെ നിയമവഴിയിൽ 35,000-ത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന കേസിൽ കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറലിനോടൊപ്പം ഹാജരായത് ഇദ്ദേഹമായിരുന്നു. 40 വർഷത്തെ സേവനത്തിന് ശേഷം 2010-ൽ തൃശൂര് തിരിച്ചെത്തി. ഇപ്പോഴും സുപ്രീം കോടതിയിൽ അഭിഭാഷക വൃത്തിയിൽ തുടരുന്നു. 10 വർഷമായി തൃശൂർ ബ്രഹ്മസം മഠത്തിന്റെ പ്രസിഡന്റാണ്. മഠത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കർമ്മ പദ്ധതി വിജയപാതയിലാണ്. കോഴി പാഴൂർ മനയിലാണ് ഇപ്പോൾ താമസം. TCV ന്യൂസ്, കുന്നംകുളം. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ വശം ഇടിഞ്ഞുകിടക്കുന്നതിനാൽ മഴവെള്ളം ഒലിച്ചിറങ്ങി പാലം തകർന്നു വീഴാൻ സാധ്യതയേറെയാണ്. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്ന നിലയിലാണ്. ഭാരമേറിയ വാഹനങ്ങൾ തീരദേശ റോഡിലൂടെ പോകുന്നതിനാൽ പല ഭാഗങ്ങളിലും പുഴയുടെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതുമൂലം തീരദേശ മേഖലയിലുള്ള വീടുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വെങ്കിടങ്ങിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. കരുവന്തല സെന്ററിൽ നടന്ന സമരം സർജു തൊയക്കാവ് ഉദ്ഘാടനം ചെയ്തു. ഷൈജൻ നമ്പനത്ത് അധ്യക്ഷത വഹിച്ചു. പ്രേമൻ നമ്പിയത്ത്, സന്തോഷ് തുരുത്തിയിൽ, സിബി കഴുങ്കിൽ, സന്തോഷ് ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കരുവന്തല സെന്ററിലെ തകർന്ന പൊതുമരാമത്ത് റോഡിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കുന്നംകുളം നഗരസഭയുടെ ദുർബല വിഭാഗ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 പേരുടെ വീടുകൾ പുനരുദ്ധാരണം നടത്തി. 2.5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് 6 വീടുകളും പുനരുദ്ധാരണം നടത്തിയത്. 1 ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ളവരെയാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്. കണിയാമ്പൽ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രദേശം തന്നെ ഏറ്റവും നല്ല രീതിയിലേക്ക്
സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കാനായി വിവിപാറ്റ് മാതൃകയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ 200ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലാണ് ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനായി വിവിപാറ്റ് മാതൃകയിൽ വിദ്യാർത്ഥികൾ വോട്ടിംഗ് നടത്തിയത്. ചുവരെഴുത്തും ബാലറ്റ് പെട്ടിയും വോട്ട് ചെയ്യുമ്പോഴുള്ള ബീപ്പ് ശബ്ദവുമൊക്കെയായുള്ള തെരഞ്ഞെടുപ്പ് സാക്ഷാൽ തെരഞ്ഞെടുപ്പിനെ തന്നെ അനുസ്മരിപ്പിക്കുന്നതായി. സ്ഥാനാർത്ഥികളായ നന്ദന, രഞ്ജിത്ത്, സിദ്ധാർത്ഥ, അർച്ചന, ഇഷാൻ തുടങ്ങിയവരും മറ്റു വിദ്യാർത്ഥികളും വരി നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ട് ചെയ്യുന്നവരുടെ കൈവിരലിൽ അധ്യാപകർ നീല മഷിയടയാളം പതിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് രീതിയെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായാണ് അധ്യാപകർ തെരഞ്ഞെടുപ്പ് ഈ രീതിയിലാക്കിയത്. വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 60,000 രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി. അന്നമനട തൈക്കൂട്ടം സ്വദേശി കവലക്കാട്ട് ജോസിനാണ് വ്യാഴാഴ്ച തൈക്കൂട്ടം ഭാഗത്ത് വെച്ച് പണം ലഭിച്ചത്. പണം ലഭിച്ച ഉടനെ മാള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. താഴേക്കാട് സ്വദേശി നിബിൻ ചന്ദ്രയുടെ പണമായിരുന്നു നഷ്ടപ്പെട്ടത്. ഇയാൾ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാള SI KT ബെന്നി, PRO രാജീവ് നമ്പീശൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പണം കൈമാറി. കുഴൂർ പഞ്ചായത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ പേരിലുള്ള തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡ് പുനർനിർമ്മാണം നിർത്തിവെച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിച്ച സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായതിനാൽ റോഡിന്റെ കരാറുകാരന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അതേസമയം ജൽജീവൻ മിഷൻ പദ്ധതിയുമായി റോഡ് നിർമ്മാണത്തിന്റെ അധിക കരാറുണ്ടാക്കി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പൈപ്പ് സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ തോടുകൾ മൂടി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നിരവധി തവണ ജൽജീവൻ മിഷൻ ഉന്നത ഉദ്യോഗസ്ഥരോട് 2 മാസം മുൻപ് മുതൽ കത്ത് നൽകിയും നേരിട്ട് ചർച്ചകൾ നടത്തിയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അറിയിച്ചു. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. KSRTCയും കൂടി ഇല്ലാതായതോടെ യാത്രാ ദുരിതം രൂക്ഷമായി. ഇതിനിടയിലാണ് പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ആശ്വാസമായി എത്തിയത്. ആദ്യ കരാറുകാരൻ ഉപേക്ഷിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് മറ്റൊരു കരാറുകാരൻ ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന് ഫണ്ട് അനുവദിച്ചിരുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ മാസത്തിലാണ് ആരംഭിച്ചത്. കൾവെട്ടുകളുടെ നിർമ്മാണം മാത്രമാണ് ആദ്യ കരാറുകാരൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നേതാക്കളായ P. വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, KV സുകുമാരൻ, CS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ 3 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡരികിൽ തൃപ്രയാറിന്റെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഈ മികച്ച ചികിത്സാ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന സംസ്ഥാന കായകൽപ്പ് പുരസ്കാരത്തിന് കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം അർഹമായി. 84% മാർക്ക് നേടിയാണ് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം 1 ലക്ഷം രൂപയുടെ പുരസ്കാരം നേടിയത്. SSF ചാവക്കാട് ഡിവിഷൻ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവ് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലയൂർ അങ്ങാടിത്താഴം മസ്ജിദ് പരിസരത്ത് 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവിൽ 400ഓളം പേർ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ ബഷീർ മൗലവി, SSF ഡിവിഷൻ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ സക്കാഫി, സെക്രട്ടറിമാരായ നിസാമുദ്ദീൻ ഖാദിരി, അഫ്സൽ പാലയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർക്കുളം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയെടുത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അധ്യക്ഷൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം വാണിജ്യം. രുചിയൂറും ഭക്ഷണ വിഭവങ്ങളുമായി കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ മാതൃഭൂമി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനെത്തിയ കുരുന്നുകൾ ചേർന്ന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിന്റെ രുചി പെരുമ ഇനി തൃശൂരിലും ലഭിക്കും എന്നതാണ് പ്രത്യേകത.
റെസ്റ്റോറന്റ് ഉടമകൾ, ബന്ധുമിത്രാദികൾ, പ്രമുഖരായ വ്യക്തികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലബാറിലെ സ്പെഷ്യൽ വിഭവങ്ങളായ ഫിഷ് മാംഗോ കറി, പോത്ത് മല്ലി പെരളാൻ, ബീഫ് ഇസ്റ്റു, ലഗൂൺ ചിക്കൻ ബിരിയാണി, കൊണ്ടോട്ടി ചിക്കൻ വിങ്സ്, മുംബൈ ഹാജിലി ഫ്രഷ് ക്രീം തുടങ്ങിയവയുടെ വ്യത്യസ്തത ഇവിടെ ആസ്വദിക്കാനാകും. വിവാഹങ്ങൾക്കും മറ്റു ഫംഗ്ഷനുകൾക്കുമുള്ള രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി നൽകും. വിപുലമായ പാർക്കിംഗ് സൗകര്യവും കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9562367000. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുള്ളത് വടകര ബേപ്പൂർ മോഡൽ സഖ്യത്തിന്റെ തഴമ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ വിമർശനം. പെരുമ്പിലാവിൽ ഓട്ടോ വിളിച്ചതിന്റെ വാടക ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. ഡ്രൈവർ ഷാജഹാനാണ് മർദ്ദനത്തിനിരയായത്. പാവറട്ടി മനപ്പടിയിൽ വീട്ടിൽ മോഷണ ശ്രമം. നേരിട്ട് ജോസിന്റെ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണ ശ്രമം നടക്കുന്നത്. ലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിച്ചു. ചാവക്കാട് തിരുവത്രയിൽ സ്റ്റുഡിയോയിൽ മോഷണം. കാലടി പ്ലാന്റേഷനിലെ 17ാം ബ്ലോക്കിൽ ഫെൻസിംഗിലേക്ക് ആനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. അംഗനവാടിക്ക് സമീപത്താണ് ആനക്കൂട്ടം എത്തിയത്. ശക്തമായ മഴയിൽ ചിറ്റിശ്ശേരിയിൽ കോൺക്രീറ്റ് വീട് തകർന്നു വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വടക്കാഞ്ചേരിയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണ് യുവതി താഴ്ചയിലേക്ക് പതിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.